നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 29-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അയ്യോ, അരിയേലേ അരിയേലേ, ദാവീദ് പാളയമിറങ്ങിയിരുന്ന നഗരമേ, ആണ്ടോടാണ്ട് കൂട്ടുവീൻ, ഉത്സവങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ. എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും, ദുഃഖവും വിലാപവും ഉണ്ടാകും. അതെനിക്ക് അരിയേലായി തന്നെ ഇരിക്കും. ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങി വാടകൂരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നീ താണ് നിലത്തുനിന്ന് സംസാരിക്കും. നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും. വെളിച്ചപ്പാടിൻ്റേതുപോലെ നിന്റെ ഒച്ച നിലത്ത് നിന്ന് വരും. നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും. നിന്റെ ശത്രുക്കളുടെ സംഘം നേരിയ പൊടി പോലെയും നിഷ്കണ്ടകന്മാരുടെ കൂട്ടം പാറിപ്പോകുന്ന പതിർ പോലെയും ഇരിക്കും. അത് ഒരു ക്ഷണമാത്ര കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അതിനും അതിൻ്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവരും തന്നെ ഒരു സ്വപ്നം പോലെ, ഒരു രാത്രി ദർശനത്തിലെ പോലെ ആകും. വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നത് പോലെയും, ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചും ഇരിക്കുന്നത് പോലെയും സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടമിരിക്കും. വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവീൻ, അന്ധത പിടിച്ച് കുരുടരായി തീരുവീൻ. അവർ മത്തരായിരിക്കുന്നു. വീഞ്ഞുകൊണ്ടല്ലതാനും അവർ ചാഞ്ചാടി നടക്കുന്നു. മദ്യപാനം കൊണ്ടല്ലതാനും. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടമിട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയി തീർന്നിരിക്കുന്നു. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്ത് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ, എനിക്ക് വഹിയ, അതും ഇതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യയില്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ, എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും. ഈ ജനം അടുത്തു വന്ന് വായുകൊണ്ട് അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും തങ്ങളുടെ ഹൃദയം അവരെങ്കിൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. എന്നോട് അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷകൽപ്പനയത്രേ. ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുതവും ആശ്ചര്യവും ആയൊരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞുപോകും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വയ്ക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും തങ്ങളെ ആർ കാണുന്നു, ഞങ്ങളെ ആർ അറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ, ഇതെന്തൊരു മുറിവ്! കുശവനും കളിമണ്ണും ഒരുപോലെയെന്ന് വിചാരിക്കാമോ? ഉണ്ടായത് ഉണ്ടാക്കിയവനെക്കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവാക്കിയവനെക്കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയാമോ? ഇനി അല്പകാലം കൊണ്ട് ലബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായും എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ? എന്നാൽ ഈ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളുവന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. നിഷ്കണ്ടകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ. മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽക്കൽ ന്യായം വിസ്തരിക്കുന്നവന് കെണിവയ്ക്കുകയും നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതിക്കേടിന് ജാഗ്രതയുള്ള അവന് ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗൃഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: യാക്കോബിനി ലജ്ജിച്ചു പോകുകയില്ല, അവൻ്റെ മുഖമിനി വിളറിപ്പോകുകയുമില്ല. എന്നാൽ അവൻ്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എൻ്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അതെ, അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. മനോവിഭവമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും
പെറുപെറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. യശയ്യാപ്രവചനം 29 അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഉദ്ധരിച്ച ഒരു വാക്യമുണ്ട്, 13 വാക്യം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ അനുസരിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. യഹൂദന്മാരുടെ അന്നത്തെ വെറും സമ്പ്രദായങ്ങളും കപടഭക്തിയും കണ്ടിട്ടാണ് യേശു അത് പറഞ്ഞത്. ഈ 29 അധ്യായം യെരുശലേമിൻ്റെ ന്യായവിധിയാണ്. ഈ ന്യായവിധി വടക്കേ രാജ്യമായ ഇസ്രയേലിൻ്റെ ന്യായവിധി പോലെ സംഹാരത്തിനല്ല, യഹൂദരുടെ തെക്കേ രാജ്യത്തിൻ്റെ ശുദ്ധീകരണത്തിനാണ്. വാക്യം 1 യെരുശലേമിനെ അരിയേൽ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ദാവീദ് പാളയമിറങ്ങിയ അഥവാ ആസ്ഥാനമാക്കിയ പട്ടണം യെരുശലേം ആയിരുന്നുവെന്ന് ശമൂവേലിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ കാണാം. മുമ്പ് അത് യെബൂസ്യരുടെ പട്ടണമായിരുന്നു. അരിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സിംഹം എന്നാണ്. അത് യഹൂദയ്ക്കും യെരുശലേമിനും ചേരും. ഉൽപ്പത്തി പുസ്തകം 49 യാക്കോബ് യഹൂദ ഗോത്രത്തെ ബാലസിംഹത്തോടാണല്ലോ ഉപമിച്ചിരിക്കുന്നത്. യെശയ്യാവ് 29:1 അരിയേലിനെ ഉത്സവങ്ങളുടെ നഗരമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. യെരുശലേമിലാണല്ലോ മുറ പോലെ ഉത്സവങ്ങളുള്ളത്. എന്നാൽ അവരുടെ ഉത്സവങ്ങളും ഭക്തിയും വെറും ആചാരം മാത്രമായി അധപ്പതിച്ചു എന്നാണ് മുമ്പ് പറഞ്ഞ 13-ാം വാക്യത്തിൽ പറയുന്നത്. വെറും അധരം കൊണ്ടുള്ള പുറമെയുള്ള ഭക്തി. അതിനാൽ അവരെ ശുദ്ധീകരിക്കാൻ ദൈവം അവർക്കെതിരെ യുദ്ധത്തിന് ജാതികളെ സമ്മതിപ്പിക്കുകയാണ്. ആ യുദ്ധനിമിത്തം യഹൂദ നിലത്ത് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. അതിനാൽ ദൈവത്തിന് അവരോട് കരുണ തോന്നുകയാണ്. അതാണ് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ശത്രുക്കളുടെ സൈന്യങ്ങൾ പെട്ടെന്ന് ദൈവ ഇടിമുഴക്കവും ഭൂകമ്പവും ചുഴലിക്കാറ്റും ദൈവജനത്തെ രക്ഷിക്കുമെന്നാണ് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവ ശത്രുക്കൾക്ക് അന്ധതയും ഗാഠനിദ്രയും വരുത്തും. യഹൂദയ്ക്കുണ്ടാകുന്ന വിടുതലും സംരക്ഷണവും ഭാവി ദൈവരാജ്യത്തിൻ്റെ നിഴലാണെന്നാണ് 17 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും അന്ന് മാറ്റമുണ്ടാകും, നീതിയും സമാധാനവും ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഇതേ ആശയം യെശയ്യാവ് 32-ലും 35-ലും നമുക്ക് കാണാൻ കഴിയും. അവിടെ വായിക്കുന്നത് 17 മുതൽ, ഇനി അല്പകാലം കൊണ്ട് ലബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി മാറുകയും ചെയ്യും. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ അവരുടെ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രയേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. നിഷ്കണ്ടകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കും. അപ്പോൾ ദൈവജനത്തിന് യെരുശലേം ആസ്ഥാനമാക്കി ഒരു ഭരണം, അതായത് ദൈവരാജ്യം ഉണ്ടാകും, സമാധാനവും സന്തോഷവും ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും. അന്ന് സകല ജാതികളും ആഗോള വ്യാപകമായിട്ട് മാനസാന്തരപ്പെട്ട് ദൈവജനത്തോട് ചേരുവാനിടയാകും. ഇതാണ് നമുക്ക് 29-ാം അധ്യായത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാൻ ദൈവം ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.